അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണുന്നുണ്ട്. അപ്പച്ചൻ മറ്റേ കൈ കൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളെല്ലാം KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണോ? KSRTC ബസ് വേണ്ട കേട്ടോ, നിങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണോ? പ്രൈവറ്റ് ബസ്സിൽ, ട്രെയിനിൽ, KSRTC ബസ്സിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നവരായിരിക്കുമല്ലോ. എന്തായാലും നമ്മുടെ ഒരു റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന ഒരു മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ 2 ദിവസത്തിന് മുന്നേ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. KSRTC ബസ്സിൽ 2 സ്ത്രീകൾക്കുണ്ടാകുന്ന അനുഭവമാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിൽ ആ ഭാഗത്ത് നിന്ന് മനുവിൻ്റെ ആ അവതരണത്തോടു കൂടി തന്നെയുള്ള, അപ്പം മനു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അതുപോലെ തന്നെ ഞാൻ ആ മനുവിൻ്റെ വീഡിയോ ഫുള്ള് കണ്ടു. അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കമൻറ്റുകൾ വായിച്ചു. അപ്പോൾ കമൻറ്റുകൾ വായിച്ചപ്പോൾ അതിനകത്ത് ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ അപ്പാപ്പന്മാരും അങ്ങനെയല്ല, എല്ലാ അപ്പാപ്പന്മാരെ ഇങ്ങനെ അടച്ച് പറയരുതെന്നൊക്കെ. പക്ഷേ അതിൽ മനു അവസാനം ഈ വീഡിയോ കാണുന്നവരുടെ എല്ലാ ഒരു പ്രോബ്ലം ഞാൻ പറയട്ടെ. വീഡിയോ ഫുള്ളായിട്ട് കാണില്ല കേട്ടോ, ഇങ്ങനെ സ്കിപ്പടിച്ച് കാണും, അല്ലെങ്കിൽ തുടക്കവും കാണും ഒടുക്കം കാണും, അല്ലെങ്കിൽ എന്താണ് ഇത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്നുള്ള ഇടയ്ക്ക് കാര്യങ്ങൾ മാത്രം കാണും. അപ്പം നമ്മൾ പറയുന്ന ഫുൾ കാര്യങ്ങൾ മനസ്സിലാക്കത്തില്ല. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വരുന്ന കാര്യമായിരിക്കത്തില്ല അവസാനിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഒരാളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആയിരിക്കില്ല അത് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൽ മനു പറയുന്നുണ്ട്, എല്ലാ അപ്പന്മാരും അങ്ങനെയല്ല, എല്ലാ പ്രായമുള്ളവരെ അല്ല ഞാൻ ഈ പറയുന്നത്, അങ്ങനെയുള്ളവരും ഉണ്ട്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിൽ കാട്ടിയും കൂടുതൽ ഈ ഒരു ക്യാരക്ടർ കാണിക്കുന്നത് ഇച്ചിരി പ്രായം ചെന്നവരാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അത് കാണാതെ വിമർശിക്കുന്ന ഒരുപാട് പേര് അതിൽ ഞാൻ കണ്ടു. അതുപോലെ തന്നെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഇത് പറയാൻ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ തമാശക്കായിരിക്കും. ഓക്കെ, എന്തായാലും ആ വീഡിയോയിൽ ഒരു അപ്പാപ്പൻ, ഇങ്ങനെയൊക്കെ അപ്പാപ്പൻ എന്ന് പറയുന്നത് തന്നെ മോശമാണ്. 2 സ്ത്രീകൾ ബസ്സിൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അയാളുടെ സീറ്റിൻ്റെ ഫ്രണ്ട് ബാക്കിൽ വലിയ തിരക്കൊന്നുള്ള ബസ്സായിട്ട് തോന്നുന്നില്ല. ആ ഒരു ബസ്സിൽ പോലും ഇത്ര വൃത്തികെട്ട രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. മാത്രം കണ്ടാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണുന്നുണ്ട്. അപ്പച്ചൻ മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് 1-2 തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരല് പെരുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീനക്കുറവ് വല്ലതും കാണും, അതുകൊണ്ടാണ്. പക്ഷെ കൈക്ക് സ്വാധീനക്കുറവല്ല, കുറച്ച് അല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. സൈൻ ലാംഗ്വേജിൽ അപ്പച്ചൻ എന്തോ നമ്മുടെ അടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട്. പക്ഷെ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ 294 ഓഫ് IP. ഇനി അപ്പാപ്പൻ കൈവച്ച് കാണിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാതിരുന്നിട്ടുള്ളതിന്റെ രോഷമാണോന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും അപ്പാപ്പൻ ഒരു 70-ാം വയസ്സിലും കുതിച്ചു പായുന്ന കുതിരയാണ് അപ്പാപ്പൻ. അപ്പാപ്പന്റെ വിചാരം അപ്പാപ്പൻ ഇപ്പോഴും മറ്റേ കോളേജിൽ പഠിക്കുന്ന കിളുന്ന ചെറുക്കനാണ്. പെൺകുട്ടികൾ കാണുമ്പോൾ നിൻപദങ്ങളിൽ നൃത്തമായിട്ടും തുങ്കു തുങ്കു തുങ്കും അപ്പാപ്പൻ ആ ഒരു മൂടി നിൽക്കുന്നേ ഉള്ളൂ. അപ്പാപ്പൻ ഒരു പെൺകുട്ടിയെ കണ്ടുടനെ ഉള്ളിലുള്ള വികാരം ഉണർന്നു. അപ്പാപ്പന്റെ ആ വിരൽ ഇങ്ങനെ പൊക്കുമ്പോഴത്തേനും പിടിച്ചിങ്ങനെ ടക്കൊന്ന് ഓടി അടിച്ചു കഴിഞ്ഞാൽ അപ്പാപ്പന്റെ കടിയങ്ങ് തീർന്നേനെ. അല്ലെങ്കിൽ നമ്മുടെ കാലല്ലേ ഇരിക്കും, ഒറ്റ ചവിട്ടം വെച്ച് കൊടുക്കുക, അപ്പാപ്പന്റെ പ്രശ്നം തീർന്നേനെ. ഇത് അപ്പാപ്പന്റെ അസുഖം ഈ പറയുന്ന പോലെ തന്നെ ശാരീരിക അസുഖങ്ങളൊന്നും തോന്നില്ല. ഇനിയിപ്പോൾ ന്യായീകരിക്കാനായിട്ട് ഈ അപ്പാപ്പന്റെ വീട്ടുകാർ ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും. അയാൾ ഒരു രോഗിയാണ് മോനെ, പാവമാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വരികയും. പക്ഷെ അതൊന്നുമില്ല, അപ്പാപ്പന്റെ രോഗം വേറെയാണ്. നല്ല കിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാകുന്ന അസുഖമാണെന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ ഈ വീഡിയോ സത്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് ഇതുപോലെ റിയാക്ട് ചെയ്തത്. കാര്യം അതിൽ മനു ഈ പ്രായമുള്ള ആളെ ഇയാളെ എന്തോ പറയണം വിശേഷിപ്പിക്കുന്ന കറക്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. എനിക്കതൊന്നും പറയാനായിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്ലിപ്പിങ് അതേപോലെ കാണിച്ചത്. കാര്യം ഇയാളെയൊക്കെ ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്, ഇങ്ങനെയൊക്കെ തന്നെ ഇയാളെ അപമാനിക്കേണ്ടത്. കാര്യം അല്ലാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നാ അങ്ങനെയാണ്. അതിൽ താഴെ കമൻറ്റ് കണ്ടിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ, എന്താ വെറുതെ ഈ വീഡിയോയുടെ ഈ സംഭവം മാത്രം ഇട്ടാൽ പറയാം. ഇതിൻ്റെ പ്രസൻറ്റേഷൻ എന്തിനാണ്? ഈ പ്രസൻറ്റേഷൻ ഇല്ലേ പിന്നെ ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിനാ? ഇതുപോലുള്ള ഇൻസിഡൻസ് സെർച്ച് ചെയ്ത് കണ്ടാൽ പോരെ. ഒരുപാട് പേര് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാക്കത്തില്ല. അതിലെ വീഡിയോസിന് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് പറയാൻ വേണ്ടി മാത്രം ഒരു വിഭാഗം ആളുകൾ വരും കേട്ടോ. എന്നാൽ നിങ്ങൾ ആ വീഡിയോസ് ഫുള്ള് കാണും. ഇത് വീഡിയോ ഫുള്ളൊന്നും കാണത്തൊന്നുമില്ല, ജസ്റ്റ് ആ തമ്പനയിലും ആ വീഡിയോയുടെ ജസ്റ്റത്തെ ഭാഗം മാത്രമേ കണ്ടിട്ട് വന്ന വിമർശനമാണ്. എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്കിപ്പം ദൈവം സഹായിച്ച് 20 വ്യൂസ് 18 വ്യൂസിലൊക്കെ ഒതുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിമർശനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. എന്തായാലും അപ്പം എൻ്റെ ബാക്കി കാര്യങ്ങളൂടെ കണ്ടിട്ട് വരാം. ഹറാസ്മെന്റുമാണ്. ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ടക്കിട്ട് 2 കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ചെത്ത മട്ടൻ കറി അവിടെ പോയി കഴിക്കണ്ട. കൊല്ലത്തെ മാതാവിന്റെ കുരിശടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിശ് വരയ്ക്കാൻ കാണിച്ച അഭിനയ സിംഹം ഈ ഒരു പ്രമുഖരെ 4 പേര് അറിയണ്ടേ? ഈ ഒരു ഷർട്ടോ
ഈ തലയോ ഈ സ്പെക്സോ ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ. ഞങ്ങൾ പുറകിലിരുന്ന 2 പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് പാവം ഒരുപാട് പെടാപ്പാട് പെട്ട് 2 സൈഡിൽ നിന്നും കൂടെ നോക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ 2 പേര് കണ്ടപ്പോ എന്ത് മനസ്സംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത്. പ്രായം വെച്ചിട്ട് ഇയാൾക്ക് മക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ടായിരിക്കൂലേ. അപ്പൊ ഇയാളുടെ മക്കളെയൊക്കെ തന്നെ ഇയാളെയൊക്കെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കേ. ഇയാൾ ഏത് രീതിയിലായിരിക്കും ആ കുഞ്ഞുങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ളത്. ഇവർ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്, ഈ പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഇയാളെ പരസ്യമായിട്ട് അവിടെ വെച്ച് പിടിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇയാളുടെ ഫുൾ പിക്ക് ഇവര് പബ്ലിഷ് ചെയ്യണമായിരുന്നു. അല്ലാതെ വെറുതെ വിടരുതായിരുന്നു ഇവന്റെ മൊട്ടത്തലയിൽ സ്പെക്സും ആ ഷർട്ടും മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഇവരെല്ലാവരും ഐഡന്റിഫൈ ചെയ്യണം. ഈ ഒരുപാട് നമ്മുടെ പകൽ മാന്യന്മാർ ഒരുപാട് നമ്മുടെ ചുറ്റുപാടും ഉണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ അതിൽ പെട്ടുപോകും. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒളിച്ചു വെക്കരുത് ഒന്നും. ഈ കിളവനെ സത്യം പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് പിടിച്ച് 2 കൊടുത്തിരുന്നെങ്കിൽ, അല്ലെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കിയിരുന്നെങ്കിൽ ഇയാൾ പിന്നെ ഇത് ചെയ്യുമായിരുന്നോ? ഇയാളെ പോലുള്ള മറ്റൊരാൾ ഇത് ചെയ്യാൻ തുനിയുമായിരുന്നോ? നമുക്കുള്ള വീട്ടിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ മക്കളൊന്നും സേഫ് അല്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. അല്ലാതെ ഇതൊന്നും വെച്ച് ഉള്ളിൽ ഒതുക്കേണ്ട കാര്യങ്ങളല്ല. നമ്മുടെ ചുറ്റിലൊക്കെ ഒരുപാടിടത്ത് നടക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു ഇതാണ് പേടിക്കുന്നത്. ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അയ്യോ അവർ മോശം പറയും, നമ്മുടെ കുട്ടിക്ക് അത് മോശമാണ്, അല്ലെങ്കിൽ നമുക്കത് മോശമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന അനുസരിച്ച് ഇവന്മാരുടെ എന്തുണ്ടാവും, ഇവന്മാർ വീണ്ടും 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 ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ ഇവനെ ആ സമയത്ത് ഇതിലെ മനു പറയുന്നത് പോലെ ആ സമയത്ത് കൈ പിടിച്ചിട്ട് ഒടിക്കുകയും ഒരു ചവിട്ട് വരെ കൊടുത്ത്, അല്ല ആ പെൺകുട്ടികൾ പറയുന്ന കണക്ക് അവനെ പേരട്ട തല അടിച്ചങ്ങ് പൊട്ടിക്കണമായിരുന്നു. അത്രയ്ക്ക് ദേഷ്യമുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട്. ഇതുപോലൊരു പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് പോലും ഇങ്ങനെ കാണിക്കുന്ന ഇവന്മാരെയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഈ അവൻ്റെ വീട്ടിലുള്ള മക്കളും കൊച്ചുമക്കളും ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകും? ഇവനെയൊക്കെ ഫാമിലി കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അവരെയും കൂടെ ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണമായിരുന്നു മുന്നോട്ട് പോകാനായിട്ട്. അതായത് ഇത് പുറത്ത് കൊണ്ടുവരണമായിരുന്നു. ഇവരെയൊന്നും ഇങ്ങനെ ഹൈഡ് ചെയ്ത് നിർത്തരുതായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.